ഓം പാർത്ഥായ പ്രതിബോധിതാം അത് ഭഗവത് ഓക്കെ കൊടുത്തരും. ഓക്കേടെ അവിടെ അടിച്ചേരും. ഓക്കെ. സ്വയം ഓക്കേടെ അവിടെ ഇങ്ങനെ തൊട്ടേ. ഘൃതിതാം പുരാണം അതൊക്കെ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമ്മ 38 നമ്മൾ കഴിഞ്ഞു, വായിച്ചു കഴിഞ്ഞു. ഇപ്പൊ അടുത്ത 39-ാമത്തെ. പക്ഷേ 39 വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മറ്റേതിന്റെ അവസാനത്തെ കുറച്ച് പറയണ്ട, അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഇപ്പൊ 39 അമോഘിന് വായിക്കാമോ? 39. അമോഘെ കേൾക്കുന്നുണ്ടോ? ഇല്ല. വായിക്കാം സാറേ, വായിക്കാം സാർ. നാളെ കേൾക്കുന്നേ. 38, 39, അല്ല, 38 സാർ? 39. ഇന്നലെ 38 കഴിഞ്ഞു. പിന്നെ ഓക്കെ. കുറച്ച് പറയാനുള്ളതേ ഉള്ളൂ, വായിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി 39-ആണ്. ഏഷാ തേ വിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു. ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. പരമാർത്ഥ തത്വത്തെ ബോധിക്കാൻ സാർ എക്സ്പ്ലനേഷൻ പോലുള്ളത് വായിക്കണോ? വായിച്ചാൽ നല്ലതാ. ഓക്കെ. പാർത്ഥ തേ അഭിഹിത ഏഷ. അർജുന, നിനക്ക് ഉപദേശിക്കപ്പെട്ട ഇത് സാഖ്യേ ബുദ്ധി, സാഖ്യ സിദ്ധാന്തം അനുസരിച്ചുള്ള ജ്ഞാനമാകുന്നു. യോഗേ തു ഇമാം ശൃണു, കർമ്മയോഗം അനുസരിച്ചുള്ള ജ്ഞാനത്തെ കേട്ടുകൊള്ളുക. യയാ ബുദ്ധ്യാ യുക്ത, ഇതറിഞ്ഞ് യുക്തനായി സമർത്ഥനായി കർമ്മബന്ധം പ്രഹാസ്യസി, കർമ്മബന്ധത്തിൽ നിന്ന് നിനക്ക് മുക്തനാവാം. പരമാർത്ഥ തത്വത്തെ ബോധിക്കാനുതകുന്ന വിചാര രീതിയത്രേ സാഖ്യം. അതാണ് ശോകമോഹസങ്കുലമായ സംസാരത്തിൽ നിന്ന് നമ്മെ കരകയറ്റുന്ന സാഖ്യജ്ഞാനമാണ് ഇതുവരെ വിവരിച്ചത്. ഇനി യോഗത്തെ സംബന്ധിച്ച ബുദ്ധിയെ, ജ്ഞാനത്തെ, അതായത് പരമജ്ഞാന പ്രാപ്തിക്ക് ഉപായമായ കർമ്മയോഗത്തെ വിവരിക്കാം. ഹൈന്ദവ ധർമ്മത്തിൽ കർമ്മഫല സിദ്ധാന്തത്തിന് പ്രമുഖമായ ഒരു സ്ഥാനമാണുള്ളത്. നമ്മിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട വിധിയാണ് അതെന്ന് പലരും ധരിച്ചു വച്ചിട്ടുണ്ട്. അത് ശരിയല്ല. ഇതിന്റെ മഹത്വം അർത്ഥമറിയുമ്പോഴേ ഇതിന്റെ ശരിയായ അർത്ഥം അറിയുമ്പോഴേ ഹൈന്ദവ ജീവിത രീതിയുടെ മഹത്വം വ്യക്തമാകൂ. കൊല്ലങ്ങൾക്ക് മുൻപ് മദിരാശിയിൽ വെച്ച് ശ്രീ രമണറാവു നടത്തിയ കൊലക്കുറ്റത്തിന് അപ്പോൾ ഡൽഹിയിൽ വെച്ച് ഞാൻ ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയാണ് അന്നത്തെ ആ കുറ്റവാളിയാണ് ഇന്നത്തെ ഈ സ്വാമി എന്ന്. നിയമത്തിന്റെ നീണ്ട കൈ മദ്രാസിയിൽ നിന്ന് ഡൽഹിയിലെത്തി ആ റാവുവിന്റെ കൊലക്കുറ്റത്തിന് ഈ സ്വാമിയെ പിടികൂടി. അന്നത്തെ ആ റാവു തന്നെ ഇന്നത്തെ ആ സ്വാമി അല്ലേ, ഇന്നത്തെ ഈ സ്വാമി അല്ലേ? അതുപോലെ ലോകം ഒരു നീതിക്ക് വിധേയമാണ്. അതിന് പ്രകൃതി നിയമത്തിന് തെറ്റുപറ്റില്ല. മുമ്പ് ചെയ്തു പോയ തെറ്റിന്റെ പാപത്തിന്റെ ശിക്ഷയാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ദുഃഖം എന്ന് ഹൈന്ദവാചാര്യന്മാർ പറയുമ്പോൾ നെറ്റി ചുളിക്കേണ്ട. മുജന്മത്തിൽ മറ്റൊരു ശരീരം കൊണ്ട് വേറൊരു ദേശത്തിൽ എന്നോ ചെയ്ത തെറ്റിന് ഈ ജന്മത്തിൽ ഈ ശരീരം കൊണ്ട് ഇവിടെ വെച്ച് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തീർച്ച, അന്ന് പാപം ചെയ്ത വ്യക്തിയും ഇന്ന് ദുഃഖം അനുഭവിക്കുന്ന വ്യക്തിയും രണ്ടല്ല. ഇരു വ്യക്തികളിലെയും പൊതുഘടകം ഒന്നു തന്നെയാണ്. ആ പൊതുഘടകമത്രേ അന്ധഃകരണം, മനോബുദ്ധികൾ. ബോധപൂർവം ചെയ്യപ്പെടുന്ന ഓരോ കർമ്മവും
അത് ചെയ്യുന്ന ആളുടെ മനസ്സിൽ അയാളുടെ ഉദ്ദേശത്തിന്റെ മട്ടനുസരിച്ച് അതിൻ്റെതായ ഒരു സംസ്കാരം നിക്ഷേപിക്കുന്നു. ഇങ്ങനെ കർമ്മം കൊണ്ട് ഉള്ളിൽ ഊറിക്കൂടിയ സംസ്കാര സഞ്ചയത്തെ, വാസനകളെ കർമ്മം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യാനാണ് നാമെല്ലാം ജീവിതത്തിലെ നിശ്ചിത കർമ്മരംഗങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മനസ്സിലെ പാപവാസനകൾ കഴുകിക്കളയുന്ന പാവനജലമത്രേ സങ്കട കണ്ണീർ. സ്വന്തം പാപവാസനകളുടെ തോതനുസരിച്ച് ദുഃഖിക്കാനുള്ള സാഹചര്യവും കരയാനുള്ള അവസരവും ഓരോ ആൾക്കും സ്വജീവിതത്തിൽ വന്നു ചേരും. വാസ്തവത്തിൽ അവ ദുഃഖകരങ്ങളായിരുന്നില്ലെന്ന് പിൽക്കാലത്ത് മനസ്സിലാവുകയും ചെയ്യും. കണ്ണീരിൽ കഴുകി ശുദ്ധമായ മനസ്സ് ജീവിതാനുഭവങ്ങളുടെ അർത്ഥം ശരിക്കും ഗ്രഹിക്കാൻ സമർത്ഥമായിത്തീരുന്നു. ശരിക്കും ആലോചിച്ചാൽ ദുഃഖിക്കത്തക്ക ഒന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെന്ന് കാണാം. ഉള്ളിലെ പാപവാസനകളാണ് മനുഷ്യനെ ദുഃഖിപ്പിക്കുന്നത്, സാഹചര്യമല്ല. റെക്കോർഡ് പ്ലെയറിൽ ഒരു ഗ്രാമഫോൺ റെക്കോർഡുണ്ട് എന്നതുകൊണ്ട് മാത്രം പാട്ട് കേൾക്കില്ല. അത് ഡിസ്കിൽ വെച്ച് വേണ്ട വേഗത്തിൽ തിരിച്ചാലും പാട്ട് കേൾക്കില്ല. സൂചിയുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ അതിലെ പാട്ട് പുറത്ത് കേൾക്കുകയുള്ളൂ. ഡെസ്കിൽ അവ്യക്താവസ്ഥയിലിരിക്കുന്ന പാട്ട് സൗണ്ട് ബോക്സിലൂടെ പ്രകടമാകുന്നു. അതുപോലെ മനസ്സിൽ അവ്യക്താവസ്ഥയിലിരിക്കുന്ന വാസനകൾ സുഖകരമോ ദുഃഖകരമോ ആയി പ്രകടമാകുന്നത് അഹന്തയാകുന്ന സൂചിയുമായി ബന്ധപ്പെടുമ്പോഴാണ്. മുൻ ശ്ലോകത്തിൽ സൂചിപ്പിച്ച പോലെ ഏതു സാഹചര്യത്തിലും തികഞ്ഞ സമചിത്തത പാലിക്കുന്ന യോഗി ബുദ്ധിപരമായ സുഖദുഃഖ ചിന്തകളോ മാനസികമായ ജയ അജയ സങ്കല്പങ്ങളോ ശാരീരികമായ ലാഭാലാഭ ഭാവങ്ങളോ അലട്ടാത്ത തൻ്റെതായ ഒരു ലോകത്തിൽ അനന്യസാധാരണമായ പ്രശാന്തി അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു. ശരീര മനോ ബുദ്ധി തലങ്ങളിൽ എത്ര കണ്ട് നിസ്സംഗനായി നിൽക്കാൻ കഴിയുമോ അത്ര കണ്ട് അഹന്ത, ഞാൻ കർത്താവും ഭോക്താവുമാണെന്ന തോന്നൽ ഇല്ലാതാവും. ഇങ്ങനെ താൻ ഭോക്താവാണെന്ന തോന്നൽ തന്നെ ഇല്ലാതായ യോഗിയെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കാൻ ഇനി കർമ്മഫലം ബാക്കി നിൽക്കുന്നില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ഈ അധ്യായത്തിൽ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്ന ആർക്കും വ്യക്തമാവും കർമ്മ സിദ്ധാന്തം കൃഷ്ണന്റെ പുതിയ ആശയമല്ലെന്ന്. ഹിന്ദുമതത്തിലെ പഴയ ആശയത്തെ തന്നെ പുതിയ രീതിയിൽ കൃഷ്ണൻ ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. ആശയത്തിലല്ല, ആവിഷ്കരണത്തിലാണ് ഗീതയുടെ പുതുമ. അധപതനത്തിന്റെ വക്കോളമെത്തിയ ഹിന്ദുമതത്തെ പുനരുദ്ധരിക്കാൻ ഈ നവീകരണത്തിന് കഴിഞ്ഞു. 7000 കൊല്ലങ്ങൾക്ക് മുമ്പ് ശ്രീ വ്യാസഭഗവാൻ കൊളുത്തിയ ആ ഭദ്രദീപം ഗീത ഇന്നും മാനവരാശിക്ക് വെളിച്ചമേകിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഈ ശ്ലോകത്തിന്റെ മുന്നിലത്തെ ശ്ലോകം നമ്മൾ അതിന്റെ നമ്മളൊരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിനെ 4 വിധത്തിൽ കാണണമെന്ന് നമ്മൾ അതിനകത്ത് കൃഷ്ണൻ പറയുന്നു. കാരണം നമ്മൾ 4 തലത്തിലാണ്, നമുക്ക് 4 തലങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ തലം, 2 മനസ്സിൻ്റെ തലം, 3 ബുദ്ധിയുടെ തലം, 4 ഇതിനെയെല്ലാം നിലനിർത്തുന്ന നമ്മളൊരു ബോധ ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിൻ്റെ തലം, അതിനെ ആത്മീയത എന്ന് പറയും. ആത്മീയമായിട്ടുള്ളൊരു തലമുണ്ട്. അപ്പം നമ്മൾ ഈ 4 തലത്തിൽ ശരീരത്തിൻ്റെ, അപ്പോൾ അതിനെയാണ് 3 ദ്വന്ദ്ങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിൻ്റെ ജയവും വിജയവും, ജയവും പരാജയവും, ജയവും വിജയവും അല്ല, ജയവും പരാജയം. മനസ്സിൻ്റെയോ ലാഭവും നഷ്ടവും എന്നുള്ള ഒരു, ബുദ്ധിയുടെ ആണെങ്കിൽ സുഖദുഃഖങ്ങൾ. അപ്പം ഇതെല്ലാം ഈ ഓരോ തലത്തിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ശരീരത്തിൻ്റെ തലത്തിൽ, മനസ്സിൻ്റെ തലത്തിൽ, ബുദ്ധിയുടെ തലത്തിൽ. ഇപ്പം ഇത് കൂടാതെ ചൈതന്യത്തിൻ്റെ തലത്തിൽ, നമ്മൾ നിലനിർത്തുന്ന ബോധ ചൈതന്യത്തിൻ്റെ ഒരു തലമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ എല്ലാ വിഷയങ്ങളെയും നമ്മൾ ഇങ്ങനെ കാണും. അപ്പം ഇത് ബാലൻസ്ഡ് ആയിട്ട് പോകണം. ഈ ബാലൻസ്ഡ് അല്ലെങ്കിലോ അത് എന്നെ ഈ കർമ്മം കൊണ്ട് നമുക്ക് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മുക്തിയാണ്. വെച്ചാൽ ഈ ശരീരം പഞ്ചഭൂതത്തിൽ വന്ന് പഞ്ചഭൂതം കൊണ്ട് നിലനിന്ന് പഞ്ചഭൂതത്തിൽ ലയിക്കുന്നു. അതുപോലെ ഈ മനസ്സ് വന്നത് പരമാത്മ ചൈതന്യത്തിൽ നിന്നാണ്, പരമാത്മ ചൈതന്യത്തിൽ തന്നെ നിലനിൽക്കുന്നു. ഇതിന് പോകേണ്ടതും പരമാത്മ ചൈതന്യത്തിലോട്ടാണ്. അപ്പം ആ ശരീരത്തിന് പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എഫർട്ട് ആവശ്യമില്ല. ഈ മനസ്സിനെ തിരിച്ച് മുക്താവസ്ഥയിലോട്ട് പരമാത്മ ചൈതന്യത്തോട് ലയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ മനസ്സ് കൊണ്ടുവന്ന മാലിന്യങ്ങളെ, അപ്പോൾ ഈ മാലിന്യം എന്ന് പറഞ്ഞാണ് നമ്മുടെ കർമ്മഫലം. ഇതിനെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഇതിനെ എങ്ങനെ മാറ്റാൻ പറ്റും? ഈ കർമ്മഫലം എനിക്ക് വന്നു ചേർന്ന എങ്ങനെയാ? കർമ്മങ്ങൾ ചെയ്ത ഓരോ കർമ്മത്തിനും ഒരു കർമ്മഫലമുണ്ട്. ഈ കർമ്മഫലം എനിക്ക് മാറ്റിയ ഞാൻ കർമ്മങ്ങൾ ചെയ്ത് ഫലം ഞാൻ കൂട്ടിക്കൊണ്ടേയിരുന്നു. ഓരോ ജന്മങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ
പുതിയ പുതിയ വാസനകൾ ചില ആഗ്രഹങ്ങൾ കർമ്മങ്ങളിൽ കൂടെ ആ വാസനകൾ തീർക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെ ഞാൻ വാസനകൾ എൻ്റെ കർമ്മഫലം കൂട്ടിക്കൊണ്ടേയിരുന്നു. അപ്പൊ അവസാനം ഞാൻ പല പല ജന്മങ്ങളിലൂടെ മനുഷ്യജന്മത്തിൽ വന്നു. മനുഷ്യജന്മത്തിൽ മാത്രമേ എനിക്ക് ഈ കർമ്മവാസനയെ ചില കർമ്മഫലത്തിനെ എനിക്ക് നിഷ്കാസനം ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം വിവേചന ബുദ്ധിയുണ്ട്. ബാക്കി ഒരു ജീവജാലങ്ങൾക്കും ആ വിവേചന ബുദ്ധിയില്ല. നമ്മൾ ഏതൊക്കെയോ ജന്മങ്ങളിൽ കൂടെ ഏതെല്ലാം ജീവികളായിട്ട് അവസാനം നമ്മൾ ചേർന്നിരിക്കുന്ന ഈ ജന്മം മനുഷ്യന്മോ. ഇപ്പം ഇതിൻ്റെ ഒരു മനുഷ്യന്മം കിട്ടുന്നതിൻ്റെ അർത്ഥം നമുക്ക് ഈശ്വരനിൽ നിന്ന് വന്ന എൻ്റെ മനസ്സിനെ ഈശ്വരനിലോട്ട് ലയിപ്പിക്കാനുള്ള ഒരു അവസരം തന്നേക്കുക. നമ്മൾ അത് മനുഷ്യന്മ കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മാഹാത്മ്യം അറിയുന്നില്ല. ഇത് വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട്. ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണി എന്നുള്ള ഒരു ബുക്കിലെ ഈ മനുഷ്യജന്മത്തിൻ്റെ മാഹാത്മ്യം നമ്മൾ ജനിച്ചു, നമ്മൾ മനുഷ്യനായിട്ടിരിക്കുന്നു, അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അറിയുന്നതേ ഇല്ല. അപ്പം ഈ മനുഷ്യന്മം കിട്ടുന്നത് തന്നെ എത്രയോ വിരളമാണെന്നറിയോ? നമ്മളിന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാം. നമ്മുടെ ജീവിത സൈക്കിൾ നോക്കുമ്പോൾ അറിയാം. ഞാനെന്ന ജീവാത്മാവ് ഇപ്പോൾ ജനിക്കുന്നതിന് എത്രയോ നാൾ കാത്തിരുന്ന് കാണും. നമ്മൾ വ്യക്തമായിട്ടൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് നമുക്ക് ഈ ഒരു അവസരം കിട്ടിയത് ഏതവസരം? ഈ മനുഷ്യജന്മത്തിലോട്ട് വന്ന അവസരം. അപ്പം ഈ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ മഹത്വം അറിയാം. പിന്നെ നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടണം. പിന്നെ 3 ക്വാളിറ്റി പറയുന്നുണ്ട് നമുക്ക്. പുംസത്വം, പുരുഷത്വം. പുരുഷത്വം വെച്ചാൽ പുരുഷൻ സ്ത്രീ എന്നുള്ള ലിംഗവ്യത്യാസമല്ല, ആർജവത്വം. ഈ ആർജവത്വം, സ്ത്രൈണത്വവും ഉണ്ട്, ആർജവത്വവും ഉണ്ട്. അപ്പം ചില ആർജവത്വം അതിൻ്റെ ഓപ്പോസിറ്റാണത്. ആർജവം വെച്ചാൽ ആർജവത്വം ഇല്ലായ്മ, അത് വീക്ക്നെസ്സാണ്, ദൗർബല്യമാണത്. അപ്പം പുരുഷനായിട്ട് ജനിച്ചാലും സ്ത്രീയായിട്ട്, ഇപ്പം പുംസത്വമുള്ള ആണുങ്ങളുണ്ട്, എന്നുവെച്ചാൽ ആർജവമുള്ള. പുംസത്വമുള്ള സ്ത്രീകളുണ്ട്. ഇതേപോലെ സ്ത്രീത്വമുള്ള ആണുങ്ങളുണ്ട്, സ്ത്രീത്വമുള്ള പെണ്ണുങ്ങളുണ്ട്. അപ്പം ആണ് പെണ്ണെന്നുള്ള ലിംഗവ്യത്യാസമല്ല ഇവിടെ, ആർജവത്വം. അപ്പം എനിക്ക് മനുഷ്യന്മം കിട്ടി, ആർജവത്വമുണ്ട്, പുംസത്വമുണ്ട്. അതുകൂടാതെ മഹാപുരുഷയെ സംശ്രയം എന്നുവെച്ചാൽ മഹാപുരുഷന്മാരുമായിട്ട് ഒരു ഗുരുവിനെ കിട്ടുന്നു. ഒരു ഗുരു എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഭൗതിക ജ്ഞാനത്തിലിരിക്കുന്ന ഈ അജ്ഞാനത്തിൽ നിന്ന് എനിക്ക് ഈ പരമമായ സത്യങ്ങളെ അറിയാനുള്ള ഒരു അവസരം ഒന്നീ ബുക്കിൽ കൂടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ കൂടെ ഒരു ഗുരു, അതിനെ നമ്മൾ ഗുരുസങ്കല്പമാണ്. ഗുരു എന്നുള്ള ഒരു മനുഷ്യരൂപമായിരിക്കണം എന്നില്ല, പല നിമിത്തങ്ങളും ഉണ്ട്. ആ ഗുരുവിൽ കൂടാണ് എനിക്കിത് എൻ്റെ കോമൺ സെൻസിൽ കൂടെ ഈ ഒരു അറിവ് കിട്ടത്തില്ല. അതാ ഗുഹ്യതരം എന്നാ പറയുന്നത്. ഇത് രഹസ്യമായിട്ട് വെക്കണം എന്നുള്ളതല്ല. പക്ഷെ പണ്ടത്തെ ബ്രാഹ്മണത്വ വർഗം ഇതിനെ ഗുഹ്യതരം എന്നുള്ളതിനെ ഇത് ഭയങ്കര രഹസ്യമായിട്ട് വെക്കേണ്ട, ആർക്കും പറഞ്ഞു കൊടുത്തുകൂടാന്നുള്ള രീതിയിൽ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ബ്രാഹ്മണർ മാത്രമേ ഉള്ളൂ ഇതിന്റെ അവകാശം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഈ വ്യവസായവിധമായിട്ടുള്ള ചാതുർവർണ്ണ്യം വന്നത്. ചാതുർവർണ്ണ്യം എന്നുള്ള 4 ജന്മം കൊണ്ട് ആരും ഉയർന്നതോ താഴ്ന്നതോ ആവുന്നില്ല, ഗുണം കൊണ്ടാണ്. ജാതി വ്യവസ്ഥയിൽ ജന്മം കൊണ്ട് ആർക്കും ഈ ചാതുർവർണ്ണ്യം ഇല്ല, അത് ഗുണത്തിൽ ബേസ്ഡ് ആണ്. പക്ഷെ അതിനെ ജാതി വ്യവസ്ഥയിലോട്ട് ജന്മം കൊണ്ട് ഒരു ബ്രാഹ്മണന്റെ മകനായിട്ട് വെച്ചാൽ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രാഹ്മണനാകുന്നു. അങ്ങനെയല്ല കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഗുണങ്ങൾ വെച്ചിട്ടാണ്. അപ്പം ഈ രീതിയിൽ നമ്മളെന്തോ പറഞ്ഞു വന്നേ, ഈ ഒരു 4 രീതിയിൽ എൻ്റെ ഞാൻ മനുഷ്യന്മം കിട്ടുന്നത്, എനിക്ക് മനുഷ്യന്മം കിട്ടി, ഈ പുംസത്വം കിട്ടി, ആർജവത്വം കിട്ടി. ഒരു ഗുരുവിൽ കൂടി എൻ്റെ ലക്ഷ്യം എന്താ, ഈ ജീവിത ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. ഞാൻ അഹുവാമായി, ഞാൻ ആരാണ്, എൻ്റെ ഉറവിടം വേണം, ഞാൻ എവിടുന്ന് വന്നു, എനിക്ക് എങ്ങോട്ടാണ് തിരിച്ചു പോകേണ്ടതെന്നുള്ള ഈ വ്യക്തമായ അറിവുകൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇത് 3ഉം കിട്ടിയിട്ട് ഞാൻ അതിലോട്ട് ഉയരുന്നില്ലെങ്കിൽ, എൻ്റെ മനസ്സിനെ ഉയർത്തിക്കാൻ ഞാൻ പ്രയത്നം ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള ഒരു സൂയിസൈഡല്ല, അത് ആത്മഹന്താവെന്നാണ് പറയുന്നത് ശങ്കരാചാര്യനെ. ഇതിന് പ്രയത്നം ചെയ്യാത്തവർ. കാരണം നമുക്കെല്ലാം ഒരു പഠിക്കുമ്പോൾ പഠിക്കാം, പതുക്കെ പഠിക്കാം, സമയമുണ്ടല്ലോ, നമുക്ക് സമയമുണ്ടല്ലോ എന്നുള്ളൊരു ധാരണ. ഇനി അടുത്ത നിമിഷത്തെക്കുറിച്ച് നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ നമ്മൾ ആശിക്കുന്നത് ഞാൻ പഠിക്കാം, നമ്മളിങ്ങനെ മാറ്റിവെക്കും സ്പോർട്സ്. അപ്പം ഈ ഒരു ആർജവത്വം, ഇതിനെ പോസ്റ്റ്പോൺ ചെയ്യേണ്ടത്, ഇതെനിക്ക് എത്രയും പെട്ടെന്ന്, നമ്മൾ എത്ര നാൾ ജീവിക്കുന്നു ആർക്കും അറിയത്തില്ല. പക്ഷെ നമ്മളെല്ലാം ഒരു ഇൻഡയറക്റ്റ് ഒരു കൺസെപ്റ്റിൽ ഇരിക്കുക, ഞാൻ കുറേ നാൾ ജീവിക്കും,
എനിക്ക് ഉടനെ മരണങ്ങളും ഒക്കെ സംഭവിക്കുന്ന അവർക്ക് എല്ലാം വെളിയിലാണ്. ഇത് നമുക്ക് ഏത് മൊമെന്റിലും സംഭവിക്കാം. അതിന് ഒരു കാരണവും വേണ്ട. അപ്പോഴത്തേക്ക് ഒരു കാരണം വരും. ഇത് വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ, ഈ ലോകത്തെ വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ ഒരു കാരണം ഉണ്ടാവും, തീരും. അപ്പം അതിനുള്ളിൽ എനിക്ക് എന്തെല്ലാം എങ്ങനെല്ലാം ഞാൻ ആ പ്രയത്നം ചെയ്ത് എൻ്റെ മനസ്സിനെ ഉയർത്തി അതിലോട്ടാക്കാം. ആ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് പ്രയത്നിക്കാത്തവൻ സൂയിസൈഡ് ചെയ്യുന്നതിന് തുല്യമാണെന്നുള്ള ശങ്കരാചാര്യ പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സത്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ടും ഞാൻ ഇതിലോട്ട് ഉയരണം. എങ്ങനെ ഉയരും? അതിനുള്ള അതിൻ്റെ വ്യക്തമായ എല്ലാ ഡയറക്ഷനും നമുക്ക് തരുന്നുണ്ട്. ഇതിനെയാണ് പറയുന്നത് ആ യോഗത്തിൽ. നമ്മൾ നേരത്തെ ഇത് യോഗം, ഇത് കർമ്മയോഗത്തിലോട്ട് വരിക. നമ്മൾ എൻ്റെ സ്വധർമ്മത്തിലെ ആഗ്രഹ നിവൃത്തിയെ, സ്വധർമ്മം എന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹങ്ങളാണ്. ഈ കർമ്മഫലത്തിനെ എനിക്ക് ഞാൻ ഓരോ ജന്മങ്ങളിൽ കൂടെ ഉണ്ടായ സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും എനിക്ക് എല്ലാം എനിക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ആഗ്രഹ രൂപത്തിൽ പ്രകടമാവും. അപ്പോൾ അതിനെ ഞാൻ കർമ്മം ചെയ്തേ പറ്റൂ. ആ കർമ്മങ്ങളെ നമ്മൾ യോഗത്തിൽ കണക്റ്റിംഗ് വിത്ത് ദ പരമാത്മ ചൈതന്യം, നമ്മളിരിക്കുന്ന ബോധ ചൈതന്യമായിട്ട് സമർപ്പണ ബുദ്ധിയാ, അതിനെ അങ്ങനെ ചെയ്ത് വേണം നമ്മൾ ഈ കർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കർമ്മഫലം, കൊണ്ടുവന്ന കർമ്മഫലം തീരുകയും ചെയ്യും, പുതിയ കർമ്മഫലം ഉണ്ടാവത്തുമില്ല. ഞാൻ ഇങ്ങനെ സമർപ്പണ ബുദ്ധിയാ ചെയ്യുന്ന കർമ്മത്തിന് ഫലമില്ല, കർമ്മഫലം ഇല്ല. അതേസമയത്ത് ഞാൻ അഹന്തയിൽ ചെയ്താലോ എനിക്ക് കർമ്മഫലം ഉണ്ടാകും. ഇതാണ് ഇതിനകത്തിൽ പറയുന്ന ഒരു തത്വം. ഞാൻ എൻ്റെ സ്വധർമ്മങ്ങളെ, എൻ്റെ വാസനാകർമ്മങ്ങളെ, എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ സമർപ്പണ ബുദ്ധി, ഇത് ഈ ഈശ്വര ചൈതന്യത്തിലാണ് ഇത് നടക്കുന്നത്. ഈ അനുഭവം ഇത് ഞാൻ കർമ്മങ്ങളിൽ കൂടെ ചെയ്തു കൂട്ടിയ കർമ്മഫലമാണ്, ഇതെൻ്റെ വാസനകളാണ്, ഇതെൻ്റെ മാലിന്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇത് ഈ അഹന്ത മമത എന്താണ്? ഞാൻ ദേഹമാണെന്നുള്ള ബുദ്ധിയാണ് അഹന്ത. ഞാൻ പരമാത്മ ചൈതന്യമാണെന്നുള്ള അറിവ് അഹന്തയല്ല. ഈ അഹന്ത എന്തുവാ? ഒരു ഇല്യൂഷനാണ്, ഒരു മായയാണ്, ഒരു അജ്ഞാനമാണ്. എന്തുവാ? ജ്ഞാനത്തിനെ മറിച്ച് ഈ മായ എന്ന് പറഞ്ഞ എന്താണ്? ഉള്ളതിനെ മറച്ചിട്ട് ഇല്ലാത്ത ഒന്നിനെ അതാണെന്ന് കാണിച്ചു തരുക. അപ്പൊ അതിനെയാണ് ഒന്നിനെ ആവരണം ചെയ്യുന്നു. ഏതിനെ ആവരണം ചെയ്യുന്നു? എന്നിലുള്ള പരമാത്മ ചൈതന്യെ ആവരണം ചെയ്ത് അതിനെ മറിച്ച് ശരീരമാണ് നീ എന്നുള്ളൊരു തോന്നൽ ഉള്ളാക്കുന്ന ആ പ്രതിഭാസനെ മായ എന്ന് പറയുന്നു. സോ ആവരണവും, അടുത്തത് വിക്ഷേപം. വിക്ഷേപിച്ചാൽ പ്രൊജക്ഷൻ. നീ ശരീരമാണ്, ഈ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാക്കുക. സോ ആവരണ വിക്ഷേപമാണ് ഈ മായ. നമ്മൾ ഈ മായയിലിരിക്കുമ്പോൾ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ഞാനെന്നുള്ള വ്യക്തി ശരീരമാണ്, എനിക്ക് ഇഷ്ടമുണ്ട്, എൻ്റെ ബുദ്ധിയുണ്ട്, എനിക്ക് ഇതിഷ്ടമാണ്, ഇതിഷ്ടമല്ല, ഞാൻ ആ രീതിയിൽ കർമ്മങ്ങൾ ചെയ്ത് കൂട്ടിയാൽ കൂടുതൽ കർമ്മഫലം നമ്മൾ അക്വയർ ചെയ്തിട്ടേ ഇരിക്കും. നമ്മൾ ആൾറെഡി ഒരു സഞ്ചിത കർമ്മം പ്രാരബ്ധമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുക. അതിൻ്റെ കൂടെ ആ പ്രാരബ്ധം കൂടാതെ ഞാൻ പുതിയ കർമ്മങ്ങൾ ചെയ്ത് ഞാൻ പുതിയ കർമ്മഫലം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഞാൻ ഈ പരമാത്മ ചൈതന്യത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അതേസമയത്ത് നമുക്ക് കിട്ടുന്ന അവസരം എന്തിനു വേണ്ടിയുള്ളതാ? മനുഷ്യന്മം ഈ കർമ്മഫലത്തിനെ കൂട്ടാനല്ല, കർമ്മഫലത്തിനെ നമ്മൾ ക്രമേണ ഈ കർമ്മഫലം എങ്ങനെ വേണം നിർമ്മാർജ്ജനം ചെയ്യാൻ? കർമ്മത്തിൽ നിന്നുണ്ടായ കർമ്മഫലത്തിനെ കർമ്മം കൊണ്ട് തന്നെ വേണം അതിനെ ഇല്ലാതാക്കാൻ. ഇപ്പം ഒരു മുള്ളെങ്ങനെ എടുക്കും? മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നത് പോലെ നമ്മളിപ്പോൾ ഒരു വിഷത്തിന് എന്തുവാ പ്രതിവിധി? ആ വിഷം തന്നെയാണ്, അതിനെ ഡൈല്യൂട്ട് ചെയ്താണ് അതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്ന പോലെ ഈ കർമ്മഫലത്തിനെ എങ്ങനെ മാറ്റും? കർമ്മത്തിൽ കൂടെ ഒക്കത്തുള്ളൂ. ഞാൻ ഈ കർമ്മം ഒന്നും ചെയ്യുന്നില്ല, ഇനി ഞാൻ പോയി ധ്യാനിക്കാൻ പോയാന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കത്തില്ല. ഓരോർക്കും വന്നിരുന്നിട്ടുള്ള സ്വധർമ്മം, അവരവരുടെ വാസന, ആ വാസനയെ കൂടെ തന്നെ നീങ്ങിയാലേ ആ വാസന എങ്ങനെ രണ്ട് രീതി ചെയ്യാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ഒന്ന് സമർപ്പണ ബുദ്ധിയിലും ചെയ്യാം, ഞാനെന്ന ഭാവത്തിലും ചെയ്യാം. ഈ രണ്ട് രീതിയാ. ഒരേ കർമ്മം, എനിക്ക് ഒരു കാറ് വാങ്ങിക്കണം, ഇത് സമർപ്പണ ബുദ്ധിയിലും കാറ് വാങ്ങിക്കാം, ഞാൻ എൻ്റെ മിടുക്കൊണ്ടും ഞാനാണ് കാർ, ആ ധാരണയിലും എനിക്ക് കാറ് വാങ്ങിക്കാം. ഏത് കർമ്മമായിട്ടെ നമ്മൾ വീട്ടിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈവൻ ഏത് നിസ്സാര കർമ്മം, ഒരു ദോശ ചൂടുന്നു അല്ലെങ്കിൽ ഞാനൊരു പുട്ടുണ്ടാക്കുന്നു, അതും എനിക്ക് ധർമ്മത്തിലും ചെയ്യാം അധർമ്മത്തിലും ചെയ്യാം. നമ്മൾ എങ്ങനെ ധർമ്മത്തിൽ എങ്ങനെ ചെയ്യും? അധർമ്മത്തിൽ അതാണ് എൻ്റെ ചിന്താഗതിയാണ് ഏത് നിസ്സാര കർമ്മത്തിനെയും ധർമ്മവും അധർമ്മവും ആക്കുന്നത്.
ഒരു ദോശ ഇടുന്നതിനെ എങ്ങനെയാ ധർമ്മത്തിൽ ദോശ ഇടുന്നേ? എങ്ങനെ ചെയ്താലാണ് ഈ ദോശ ഇടുന്നത് അധർമ്മമാവുന്നത്? ഏത് നിസ്സാര കർമ്മവും നമ്മൾ ഗീത എന്തോ പഠിപ്പിക്കുന്നേ? മമധർമ്മം, എന്റെ ധർമ്മം എന്താണ്? എപ്പോഴുള്ള ധർമ്മമാ? ഓരോ ദിവസവും ഞാൻ ഉണർന്ന് ഉറങ്ങുന്നത് വരെ ചെയ്യുന്ന കർമ്മങ്ങള് ധർമ്മത്തിലായിരിക്കണം. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ധർമ്മം, ബാക്കിയെല്ലാം ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ല. ഏത് ഏത് എൻ്റെ ചിന്ത തന്നെ ഒരു കർമ്മമാണ്. ഞാൻ കൈയും കാലും കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല കർമ്മം. ഞാൻ ഒന്നിനെക്കുറിച്ച് ഇരുന്ന് ചിന്തിക്കുന്നു, അത് തന്നെ ഒരു കർമ്മമാണ്. ഇതെല്ലാം ധാർമ്മിക വേയിലായിരിക്കണം. എങ്ങനെയാ അതിനെ ധർമ്മത്തിലാക്കുന്നത്? ഇതെല്ലാം ഈശ്വരനിൽ നടക്കുന്നു. ഇത് ഞാനല്ല ചെയ്യുന്നത്. ഈ ഈശ്വര സാന്നിധ്യം കൊണ്ടാണ് എനിക്കിതെല്ലാം സാധ്യമാകുന്നുള്ള ഒരു രീതിയിൽ ചെയ്താൽ അത് ധർമ്മം. അതേസമയത്ത് എൻ്റെ മിടുക്കൊണ്ടാണ് ഇത് നടക്കുന്നത്, ഇതെനിക്ക് അനുഭവിക്കണം, എനിക്കിത് ഉണ്ടായി കിട്ടണം, ഞാൻ എന്നിട്ട് അനുഭവിക്കും. കർത്തൃത്വ ഭോക്തൃത്വ ഭാവം. ഞാൻ ചെയ്യുന്നു, ഇത് ഞാനാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഫലം എനിക്ക് വേണം. ഇതാണ് അഹന്ത മമത. ഇത് ഒരു ദോശ ഇടുന്നതിൽ എങ്ങനെയാ എന്നാലോചിച്ച് നോക്കിയേ. ഒരു ചെറിയ കാര്യം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ രാവിലെ കഴിക്കാനായിട്ട് ഒരമ്മ ദോശ ഇടുന്നു. ഈ ദോശ ചുട്ട് ഇത് കഴിക്കുന്നവര് നല്ലപോലെ ദോശ ഇട്ട് നല്ലതായിട്ടുണ്ട്, ഇങ്ങനെയാണോ ദോശ ഇടുന്നേ? അതിനെ ഒന്ന് അല്പം ഞാൻ ഉണ്ടാക്കുന്നത് മറ്റവർക്ക് ഇഷ്ടപ്പെടണം, അവരെന്നെ നല്ലത് പറയണം. ഞാനിപ്പം ഏതുണ്ടാക്കിയാലും ഒരു ആഹാരം ഉണ്ടാക്കുമ്പോൾ അത് നമുക്കൊരു അപ്രീസിയേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് അഹന്തയിലാണ് ആ പ്രതീക്ഷ. സപ്പോസ് ഇതെന്തെങ്കിലും ഒന്ന് ശരിയായില്ല, എന്തെങ്കിലും ഒന്ന് നെഗറ്റീവായിട്ട് പറയുമോ, ശരിയുണ്ട്, ഉപ്പുണ്ട്, ഇതെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ വിഷമിക്കും. ആരായി വിഷമിക്കുന്നേ? ഞാനെന്ന ഭാവ വിഷമിക്കുന്നത്, ഈഗോയാണ് വിഷമിക്കുന്നത്. നമ്മളെ ഒന്ന് പുകഴ്ത്തിയാലോ, നന്നായിട്ട് ആഹാരം ഉണ്ടാക്കറിയോ, ഈ കൈപ്പുണ്യമുള്ള ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാ. അപ്പോഴത്തേക്ക് എൻ്റെ അഹന്ത അവിടെ എലിവേറ്റ് ആവും. ഈ അഹന്ത അവിടെ സന്തോഷിക്കുന്നത്. അതേസമയത്ത് നമ്മളെ ഇതേ തന്നെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, ഒരു ചുക്കും ഉണ്ടാക്കാൻ അറിയത്തില്ല, നമ്മളെ ഒന്ന് ഡിഗ്രി ചെയ്താലോ നമുക്ക് ദുഃഖം വരും. നമുക്ക് ഈ സന്തോഷവും ദുഃഖവും ഇതാണ് പാപമാണിത്. കാരണം നമ്മൾ അധർമ്മത്തിലാണ് ഇതെല്ലാം, ഈ രണ്ട് അനുഭവങ്ങൾ എനിക്ക് വന്നേക്കുന്നത്. അതേസമയത്ത് നമ്മൾ ഈ ഒരു വിചാരത്തിലല്ല, നമ്മൾ സമർപ്പണം, ഇത് ഞാനല്ല, എനിക്ക് ഈ ഒരു റിസൾട്ട് ഓറിയന്റഡ് അല്ല എൻ്റെ വർക്ക്, ഞാൻ സമർപ്പണ ബുദ്ധിയായി ഇത് എല്ലാവർക്കും. അപ്പൊ അതിനെ സമചിത്ത ബാലൻസിങ്, അവിടെ ഉയർച്ചയുമില്ല താഴ്ചയില്ല, ബാലൻസിങ്, ആ ഒരു മനോഭാവത്തിൽ ചെയ്യുന്നതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. ഏത് ചെറിയ കർമ്മങ്ങളും നമ്മൾ പോയിക്കും വലിയ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിസ്സാര, ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ നമുക്ക് വലുതിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ അതിനാ പറയുന്നത് നിരന്തര ചിന്തനം. എന്തോ ഈ നിരന്തര ചിന്തനം? ഞാൻ ഈ ഈശ്വര ചൈതന്യമാണ്. ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തി അഴുക്ക് വരേണ്ട അതൊരു ഇല്യൂഷനാണ്. ഞാൻ ഇല്ലാതാവും. ഇപ്പൊ നമ്മളെ ഈ ബുദ്ധിയിലോട്ട് ഉണരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ഈ ഉറക്കത്തിൽ നിന്നല്ലേ ഉണരുക എന്നുള്ളൊരു വേർഡ് വരുന്നേ. ആ ഉണരുന്നെന്ന് എന്തോ സംഭവിക്കുന്നേ? നമ്മൾ ഉറക്കത്തിൽ ഇരിക്കുകയാണ്, ഒന്നീ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഗാഢ സുഷുപ്തിയിൽ. നമ്മൾ അത് ആ അവസ്ഥയിൽ നിന്നും നമ്മൾ ഉണരുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം എന്തുവാ? ഇത് ജാഗ്രത. ഇതുവരെ ഞാൻ സ്വപ്നം, ഞാൻ വേറെ ഏതോ ലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന അത് വിട്ടിട്ട് വേറെ അനുഭവം. അപ്പം മറ്റേത് സ്വപ്നമായിരുന്നു, ഇപ്പം ഞാൻ എഴുന്നേറ്റു, ഇനി എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ഒരു അനുഭവത്തിലോട്ട് നമ്മൾ ട്രാൻസ്ഫോം ആവുക. എന്നും നമ്മൾ ഈ ഒരു സ്വപ്നാനുഭവം ഡിഫറൻറ്റാ, ജാഗ്രതയിലെ അനുഭവം ഡിഫറൻറ്റാ. സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയോട്ട് നമ്മൾ ഉണരുക എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ മായാവസ്ഥ, അജ്ഞാനാവസ്ഥയിൽ നിന്നും, ഞാൻ ഈ ശരീരമാണ്, എൻ്റെ ബുദ്ധിയാണ് വർക്ക് ചെയ്യുന്നത്, ഈ ദേഹം ബുദ്ധിയിലിരിക്കുന്ന ആ അറിവിൽ നിന്ന് ഞാൻ ഈ ഈശ്വരനാണെന്നുള്ള അറിവിലോട്ട് ഉണരണം. എന്നുവെച്ചാല് നിരന്തര ചിന്തനത്തിൽ കൂടെ ആ അറിവിലോട്ട് ഞാൻ ഉറക്കത്തുള്ളൂ, എന്നാലേ അതെൻ്റെ അനുഭവമാകത്തുള്ളൂ. അപ്പൊ ഈ അറിവിലോട്ട് ഞാൻ ഉണരണം. എപ്പോഴും ആ നിരന്തര ചിന്തനത്തിൽ കൂടെ എൻ്റെ മനസ്സിന് ആ ഉറപ്പ് വരുത്തുള്ളൂ. അല്ലാതെ നമ്മളൊരു ബുക്ക് ഗീത വായിച്ചു കുറച്ച്, അപ്പൊ ആ അറിവ് അതോടെ കഴിഞ്ഞു. മനസ്സിൽ ഉറക്കണമെന്നുണ്ടെങ്കിലോ നിരന്തരം അതിനെക്കുറിച്ച് നമ്മൾ നമുക്കൊരു കഴിവുണ്ട് മനസ്സിന് അറ്റ് എ ടൈം രണ്ട് രീതി ചെയ്യാം. ഞാൻ ഒരു സമയത്ത് എൻ്റെ മനസ്സ് രണ്ട് രീതി പോകാം. അത് നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കും,
പാരലായിട്ട് എൻ്റെ മനസ്സ് വേറെ പല കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകേണ്ടതോ അല്ലെങ്കിൽ ഇന്നലെ നടന്നതോ എന്തെങ്കിലുമൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. അറ്റ് എ ടൈം എനിക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കാൻ ദോശ ഇടുന്നതോ അല്ലെങ്കിൽ തുണി കഴുകുന്നതോ നമുക്ക് എന്ത് ചെയ്യട്ടെ, അതിൽ ഞാൻ മുഴുകിക്കൊണ്ടിരിക്കാം, അതിൽ തന്നെ മനസ്സ് വേറെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു കഴിവ് നമുക്കുണ്ടല്ലോ. ഇതിനെ നമ്മൾ മാറ്റണം. ഈ ഒബ്ജക്റ്റിനെ മാറ്റി നമ്മളൊരു മനസ്സ് രണ്ടിടത്ത് നമുക്ക് പോകുന്നുണ്ട്. അതിൽ ഈ പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ഉള്ള നമ്മളൊക്കെ എപ്പോഴും ഈ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലായിരിക്കത്തില്ല മനസ്സ് നിൽക്കുന്നത്. ഒന്നീ നടന്നുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന നാളെ അതിനുശേഷം വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമുക്ക് ഈ ചിന്ത. അല്ലാതെ ഞാനൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദോശ കൂടുകയാണ് അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കുകയാണ്, ആഹാരം ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അതിലോട്ട് മനസ്സ് മാത്രം നിൽക്കത്തില്ല. ആ കാര്യം ചെയ്യുകയും ചെയ്യും, നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് മനസ്സിന് കഴിവുണ്ട് രണ്ടെണ്ണത്തിൽ. ഇപ്പം ഒരു കാര്യം ചെയ്യുകയും ചെയ്യും, ഞാൻ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു. ഇത് എൻ്റെ വാസനയില അധിഷ്ഠിതമായ കർമ്മമാണ്. ഈ എന്തുവാണ് ഈ പരമാത്മ ചൈതന്യത്തിൽ സമർപ്പണ ബുദ്ധിയാൽ ചെയ്യുന്ന പറഞ്ഞാൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും എനിക്ക് മറ്റുള്ള ചിന്തകളിൽ നിന്ന് എൻ്റെ മനസ്സിനെ മാറ്റി ഈ പരമാത്മ ചിന്തനത്തിലോട്ട് എന്നെ നിലനിർത്തുന്ന ശക്തി, ഇതിലാണ് ഞാൻ ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിചാരം ഉണ്ടായാൽ നമുക്ക് ഇതിനെയാണ് പറയുന്നത് ധർമ്മത്തിൽ സമർപ്പണ ബുദ്ധിയിൽ എന്ന് പറയുന്നത്. ഇതാ ഈ എൻ്റെ മനസ്സിനൊരു കഴിവുണ്ട്. ആ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് ഈ മാറ്റം ഉള്ളതിനെ കുറിച്ച്, അസത്യത്തിനെ മാറ്റം, സത്യം എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റമില്ലാത്തത്. സത്യം ഒന്നല്ലേ ഉള്ളൂ, ഈ പരമാത്മ ചൈതന്യം, ഈ ബോധ ചൈതന്യം തന്നെ സത്യം, വേറെ ഒന്നും സത്യമല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന എന്തിനെ കുറിച്ചാ? അസത്യത്തിനെ കുറിച്ചാ, സത്യമല്ലാത്തതിനെ കുറിച്ചാ. അപ്പൊ സത്യമല്ലാത്തതിലോട്ട് എൻ്റെ മനസ്സ് പോയി ഫിക്സ് ആകുക. അതിനു പകരം ഈ സത്യത്തിലോട്ട് മനസ്സ് വെച്ചുകൊണ്ട് എന്നെ ഈ പരമാത്മ ബോധശക്തിയിലാണ്, ഈ പരമാത്മ ചൈതന്യത്തിലാണ് ഞാൻ ഇരിക്കുന്നതും ഈ പ്രവർത്തിക്കുന്നതും എല്ലാം, ഈ മനസ്സിനെ അവിടെ വെക്കാൻ ശ്രമിക്കണം. അല്ലാതെ അസത്യത്തിലോട്ട് മനസ്സിനെ വെക്കാതെ. അസത്യം എന്ന് പറഞ്ഞാൽ ഭൗതിക കാര്യങ്ങളാണ്, കഴിഞ്ഞതും വരാൻ പോകുന്നതും. ഈ കഴിഞ്ഞത് എൻ്റെ ദുഃഖവും വരാൻ പോകുന്നത് എൻ്റെ ഭയവുമാണ്. എങ്ങനെ ആയിരിക്കും? ഒരു ഭയചിന്തയാണ്. നാളെ എങ്ങനെ വിചാരിക്കും, നടക്കുമോ എന്തോ ഒരു ഭയമാണ്. നാളെ ഞാൻ പല കാര്യം അവിടെ പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് വെച്ച് നടന്നാൽ നല്ലതായിരുന്നു, നടന്നില്ലെങ്കിൽ എന്തോ ചെയ്യും, അതിന് നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠ. അല്ലെങ്കിലോ കഴിഞ്ഞ കാലത്തിനെ കുറിച്ച്, ഇന്നലെ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ നമ്മൾ പയ്യോ ഇങ്ങനെയൊക്കെ വേണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ വന്നല്ലോ എനിക്ക്. ഈ പാസ്റ്റിനെ കുറിച്ചുള്ള ദുഃഖചിന്തകളും ഭാവിയെക്കുറിച്ചുള്ള ഭയചിന്തകളും ഉത്കണ്ഠ, ഇത് രണ്ടുമാണ് നമ്മുടെ ഈ ദുരിതത്തിലാക്കുന്നത്. അതേസമയത്ത് ഈ ഇരിക്കുന്ന ഈ പ്രസന്റിലെ ഈ വർത്തമാനകാലത്തിലെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിലെ ഈ ജോലി എന്നെ ചെയ്യാൻ എനിക്ക് ഒക്കുന്നത് ഈ ഈശ്വര ശക്തിയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്നുള്ള ചിന്തയിൽ എൻ്റെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കണം, നിരന്തര ചിന്തനം. അപ്പം ഇതിനെയാണ് യോഗാവസ്ഥ എന്ന് പറഞ്ഞത്. യോഗം, കർമ്മയോഗം. നമുക്ക് ഏത് കാര്യങ്ങളും രണ്ടു വിധം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് എൻ്റെ ഈ സ്വധർമ്മമാണ് എൻ്റെ കർമ്മഫലം. ഈ സ്വധർമ്മത്തിലെ എൻ്റെ ആഗ്രഹങ്ങളെ ഈ സ്വധർമ്മത്തിൽ രണ്ടു വിധത്തിൽ ചെയ്യാം. ഒന്ന് കർമ്മത്തിൻ്റെ വഴി ചെയ്യാം, അത് അഹന്തയുടെ വഴിയാണ്, അഹന്ത മമതയുടെ വഴിയാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മം ചെയ്തു കൂട്ടുക, കർമ്മഫലം ഉണ്ടായിക്കൊണ്ടിരിക്കും. കർമ്മയോഗത്തിലും ചെയ്യാം. ഈ ചൈതന്യത്തിലാണ് ഞാൻ ഈ ചെയ്യുന്നുള്ള സമർപ്പണ ബുദ്ധിയിൽ ചെയ്താൽ എനിക്കൊരു കർമ്മഫലത്തിലാണ് ഞാനിപ്പം ചെയ്യുന്നത്. ആ കർമ്മഫലം കുറയുകയും ചെയ്യും, പുതിയ അനുഭവം പുതിയ കർമ്മഫലമാണ് ഉണ്ടാവത്തതുമില്ല. ഇങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്താൽ ഈ സാധനാക്രമം ഞാൻ എൻ്റെ മനസ്സ് ഈശ്വരനിലോട്ട് വരും. ഈ മനസ്സെന്ന് പറഞ്ഞാൽ എന്തുവാ? അത് ബാലൻസ്ഡ് മൈൻഡ് ആയിരിക്കും. ആ ബാലൻസ്ഡ് മൈൻഡിനെ അങ്ങനെ ഈ ഈശ്വരനിൽ വെക്കാൻ പറ്റത്തില്ല. ബാലൻസ്ഡ് ഈശ്വര ചിന്ത എപ്പോഴും നിരന്തരം ഉണ്ടാക്കിയത് ബാലൻസ്ഡ് മൈൻഡ് ആയിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ ഈ ദ്വന്ദ്ങ്ങളിൽ സുഖം വരുമ്പോൾ മേപ്പോട്ടും, ദുഃഖം വരുമ്പോൾ താപ്പോട്ടും, ലാഭം വരുമ്പോൾ മേപ്പോട്ട്, നഷ്ടം വരുമ്പോൾ താപ്പോട്ട്, ഇതേപോലെ വിജയം വരുമ്പോൾ മേപ്പോട്ട്, പരാജയം വരുമ്പോൾ താപ്പ്. ഈ എലിവേഷനും ഡിപ്രഷനും ഉണ്ടാവത്തില്ല. ഞാൻ ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന മൈൻഡിനെ ഉള്ളൂ ഈശ്വരനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ആ ബാലൻസ്ഡ് മൈൻഡ്, അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. എനിക്ക് ഏത് കർമ്മവും കർമ്മത്തിൻ്റെ രീതിയിലും ചെയ്യാം, കർമ്മയോഗത്തിൻ്റെ രീതിയിലും ചെയ്യാം. അപ്പോൾ എൻ്റെ സ്വധർമ്മത്തിനെ എനിക്ക് വന്ന് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ ഞാൻ കർമ്മയോഗത്തിൽ ചെയ്യണം. അപ്പോൾ ഈ വാസനകളെ നിർമ്മാർജ്ജനം ചെയ്തപ്പെടും. അപ്പൊ ഇതാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞുകൊണ്ടിരുന്നത്.
സമചിത്തമായിട്ടുള്ള മനസ്സിനെ നമ്മൾ ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ആധ്യാത്മികതയുടെയും യുക്തിയുടെയും ധർമ്മത്തിന്റെയും കീഴ്വഴക്കത്തിന്റെയും നിലവാരത്തിൽ ഈ വെല്ലുവിളിയെ വിലയിരുത്തിയ ശേഷം അർജുനൻ യുദ്ധം ചെയ്തേ മതിയാവൂ എന്ന നിഗമത്തിലാണ് മുൻ ശ്ലോകങ്ങളിൽ കൃഷ്ണൻ ചേർന്നെത്തിയത്. ഈ ശ്ലോകത്തിലാകട്ടെ സ്വധർമ്മമായ ഈ യുദ്ധം എങ്ങനെ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നു. ശരിയാമണ്ണം സ്വധർമ്മം നിർവഹിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ യഥാർത്ഥ സ്വാർത്ഥ താല്പര്യങ്ങളും അവ സൃഷ്ടിക്കുന്ന ഭയാശങ്കകളുമാണ്. അവയാകട്ടെ ശരീര മനോബുദ്ധി തലങ്ങളുമായി നമുക്കുള്ള തന്മയീഭാവത്തിൽ നിന്നും അഭിമാനത്തിൽ നിന്നുമാണ് രൂപം കൊള്ളുന്നതും. ബുദ്ധിയുടെയാണ് സുഖ ദുഃഖ കൽപ്പനകൾ, മനസ്സിന്റെ ലാഭാലാഭ ചിന്തകൾ, ശരീരത്തിന്റെ ജയാപജയ പരിഗണനകൾ നമ്മെ സ്വാധീനിക്കുന്ന അവയുമായി ഈ 3 ദ്വന്ദ്ങ്ങളുമായിട്ട് നമ്മൾ തന്മയീഭാവം വെച്ചാൽ അതുമായിട്ട് സിംഗ്രണൈസ് ആകുമ്പോഴാണ് നമുക്ക് ഈ ദുരിതാനുഭവം ഉണ്ടാകുന്നത്. കാരണം ഇതുമായിട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ ദുഃഖിക്കാൻ ഇത് വിധിക്കപ്പെട്ടവനാ. ഇതുമായിട്ട് താതാത്മ്യമില്ലെങ്കിലോ എൻ്റെ മനസ്സ് സ്വസ്ഥതയിലോട്ട് വരും, സാമ്യാവസ്ഥയിലോട്ട് വരും. അപ്പം നമ്മൾ ഇതുമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഡിസ്റ്റൻസ് നിസ്സംഗനാവണം. ഞാൻ ജയത്തിലോടോ പരാജയത്തിലോടോ ഞാൻ സംഘം ഉണ്ടായിരിക്കരുത്. ജയത്തിനോട് സംഘം, പരാജയത്തിനോട് നിസ്സംഗം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. രണ്ടിലും തുല്യാവസ്ഥ, രണ്ടിലോടും എനിക്ക് തുല്യ പരിഗണന, ആ രീതിയിലോട്ട്. അപ്പോൾ ഇതാണ് ഏത് സാഹചര്യത്തിലും സമചിത്തത നിലനിർത്താൻ കഴിവുള്ളവന് ജീവിത വിജയം തീർച്ചയാണ്. ഓരോ ആളും സ്വന്തം തുറയിൽ പ്രവർത്തിക്കുമ്പോൾ മനസ്സിനെ എങ്ങനെ തുറന്നു വയ്ക്കണമെന്നും മുമ്പേ വിവരിക്കുകയുണ്ടായി. വാസന നിർമ്മാർജ്ജനത്തിന് എന്നുവെച്ചാൽ ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നാം എല്ലാം ഈ ലോകത്തിൽ ശരീരമെടുത്ത് വന്നത് തന്നെ. വാസനയുടെ പള്ളിക്കെട്ടും ചുമന്നുകൊണ്ട് നാം ജീവിതയാത്ര ചെയ്യുന്നു. വാസ്തവത്തിൽ ഓരോ ജീവിയും ഓരോ വാസന മാറാപ്പോ തന്നെയാണ്. ഏതവസ്ഥയിലും സമചിത്തത പാലിക്കാൻ കഴിയുമെങ്കിൽ ഉള്ളിലെ വാസന പുറത്തു പോകാനും അങ്ങനെ ഉള്ളം ശുദ്ധമാവാനും ഇടയാകും. എന്നാൽ നമ്മുടെ അഹന്തയും സ്വാർത്ഥകാമനകളും പഴയ വാസനകളെ പുറത്തു പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തുകയും പുതിയ വാസനകൾ ഉള്ളിൽ കടത്തിവിടുകയും ചെയ്യുന്നു. സുഖ ദുഃഖാദി ദ്വന്ദ്ങ്ങളിൽ ഭ്രമിക്കുമ്പോഴാണ് അഹന്ത തലപൊക്കുക. അഹന്തയില്ലാത്ത കർമ്മം ചെയ്യുമ്പോൾ സമചിത്തത വരും. വാസനാമാലിന്യം കഴുകിക്കളയാൻ, മനസ്സ് ശുദ്ധമാക്കാൻ ഇതാണ് വഴി. അഹന്താമതയിൽ വെടിഞ്ഞ് കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് അത്രേ യോഗം. അപ്പം നമ്മൾ ഈ അഹന്താമതയെ വിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നതാണ് യോഗത്തിൽ. അഹന്താമതയിൽ ചെയ്യുന്നത് ഞാൻ കർമ്മഫലം കൂട്ടും. സോ ഇതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അതിൻ്റെ അടുത്ത ഇതാണ് ഈ കൃഷ്ണൻ പറയുകയാണ്, ഇതുവരെ പറഞ്ഞതെല്ലാം സാങ്ഖ്യയോഗമാണ്. എന്നുവെച്ചാൽ എൻ്റെ മനസ്സിനെ ഉയർത്താനുള്ള. ഇത് നീ വിചാരിക്കുന്നതല്ല, നീ അഹന്താമതയിലിരിക്കുകയാണ്, ഞാൻ ഈ ഈശ്വരൻ്റെ ഭാഗമാണ്, ഈ ചൈതന്യമാണ് എന്നെ നിലനിർത്തുന്നവർക്കുള്ള ആ ജ്ഞാനമാണ്. പിന്നെ ഈ ഒരു ജ്ഞാനത്തിലോട്ട് വന്നാൽ മാത്രം പോരാ, ഞാൻ കർമ്മം ചെയ്യുന്നത് എങ്ങനെ അടുത്തതിലോട്ട് വരുന്നു. അത് ഇതുവരെയുള്ള ആ ജ്ഞാനത്തിന് പറഞ്ഞത് സാങ്ഖ്യയോഗം എന്നാണ്. ഇതുവരെ പറഞ്ഞ് പരമാത്മ ചൈതന്യത്തിനെ കുറിച്ചും നമ്മുടെ ഈ ഞാൻ ആരാണെന്നുള്ളതും ഈ എന്നെ നിലനിർത്തുന്ന ആരാണെന്നുള്ള 2 അറിവുകളാണ് ഇതുവരെ പറഞ്ഞത്. ഈ അറിവ് മാത്രം പോരാ, ഇനി എനിക്ക് ഈ ജന്മത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കർമ്മം ചെയ്ത് വേണം ഈ ജന്മത്തിൽ മുന്നോട്ട് പോകാൻ. ആ കർമ്മം എങ്ങനെ ചെയ്യണം എന്നാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. അത് കർമ്മയോഗമാണ്. അത് ഞാൻ കർമ്മയോഗം അനുസരിച്ചുള്ള ജ്ഞാനത്തെ കേട്ടുകൊള്ളുക. ഇനി പറയാൻ പോകുന്നത് കർമ്മയോഗമാണ്. ഇതറിഞ്ഞ് യുക്തനായി സമർത്ഥനായി കർമ്മബന്ധത്തിൽ നിന്ന് നമുക്ക് മുക്തനാവും. നമ്മൾ ഓരോ കർമ്മങ്ങൾ കൂടുമ്പോൾ നമ്മൾ തന്നെ ബന്ധിക്കുകയാണ്. ഈ മുക്താവസ്ഥ എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമാണ്. എന്നുവെച്ചാൽ നമ്മൾ ലയനമാണ് അവിടെ ഈശ്വരനുമായിട്ട്. അവിടെ നമ്മളെ ഒന്നും തടുക്കാൻ, നമ്മൾ ഓരോ കർമ്മബന്ധനം നമ്മൾ ഈ പട്ടുനൂൽ പുഴു എങ്ങനെ അത് തന്നെ ആ ഒരു അതിൻ്റെ ചുറ്റിനും ആവരണം ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ കടന്ന് അത് മരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ കർമ്മഫലം കൂട്ടിക്കൂട്ടി ഈ കർമ്മഫലത്തിൽ കടന്ന് നമ്മൾ നാശത്തിലോട്ട് പോകും, ഒരു പട്ടുനൂൽ പുഴുവിനെ പോലെ. അപ്പം ഇത് എനിക്ക് മുക്തി കിട്ടണമെന്നെങ്കിലോ ഈ കർമ്മബന്ധങ്ങളെയെല്ലാം ഞാൻ പൊട്ടിച്ചെറിയണം. എങ്ങനെ പൊട്ടിച്ചെറിയും? ഞാൻ കർമ്മയോഗത്തിൽ ചെയ്താൽ ഈ കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകും, ഞാൻ സ്വതന്ത്രനാവും. സ്വതന്ത്രം വെച്ചാൽ ഞാൻ ആ ചൈതന്യത്തിലോട്ട് എനിക്ക് ലയിക്കാം. അപ്പം അടുത്താണ് ഈ കർമ്മയോഗത്തിലോട്ട് വരുന്നത്. അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇതിനകത്തിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈന്ദവ ധർമ്മത്തിൽ കർമ്മഫല സിദ്ധാന്തത്തിന് പ്രമുഖമായ ഒരു സ്ഥാനമാണുള്ളത്. അതിൽ നമ്മൾ അടിച്ചേൽക്കപ്പെട്ട വിധിയാണ് ഇന്നലെ വിധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മളിലോട്ട് ഇമ്പോസ് ചെയ്യുന്ന ആരോ നമ്മുടെ കുറ്റം കൊണ്ടല്ല ഇത് വന്നേക്കുന്നത്, പക്ഷെ നമ്മുടെ തന്നെ കർമ്മഫലമാണ്. അല്ല നമ്മൾ അതിനെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുവാന് അത് ശരിയല്ല. ഇതിന്റെ ശരിയായ അർത്ഥം അറിയുമ്പോഴേ ഹൈന്ദവ ജീവിതത്തിന്റെ മഹത്വം വ്യക്തമാകൂ. കൊല്ലങ്ങൾക്ക് മുമ്പ് മദ്രാസിൽ വെച്ച് ഇപ്പം ഇതിനകത്ത് പറയുന്നത് കേട്ട തോന്നും,
ഇപ്പം നിങ്ങൾ ഒരു കാര്യം ചില ഇൻസിഡന്റ് പറയാം. ആലുവായിൽ ഒരു ഏതോ ഒരു കേസിൽ ഒരു പ്രതിയെ അന്വേഷിച്ച് പോവാ. അപ്പം ആ പേരിൽ വേറൊരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോന്നേ. അപ്പം അയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷേ ഈ പോലീസുകാർ ആ വേറൊരാളെ പിടിച്ചോണ്ട് പോവാ. പിടിച്ചോണ്ട് പോയി ക്വസ്റ്റ്യൻ ചെയ്യുക. ആ ക്വസ്റ്റ്യൻ ചെയ്ത അയാൾ മരിക്കുന്നു. വേറെ ആരോ ചെയ്ത ഒരു കുറ്റത്തിന് ഈ ഇയാളെ പിടിച്ചോണ്ട് പോയി അത് നനച്ചു നോക്കി. അപ്പോൾ എന്താ ഇത് ഈ പോലീസ് സ്റ്റേഷനിലുള്ള ആ ഒരു ക്രൂരതയിൽ അയാൾ മരിച്ചുപോയി. നനച്ചു ഒന്നും അറിഞ്ഞിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ എന്തൊരു കഷ്ടമാ. ഇതിൻ്റെ പുറകിൽ ഏത് എഫക്റ്റിനും ഇതൊരു എഫക്റ്റ് ഇല്ലേ, ഒരു കോസ് ആൻഡ് എഫക്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ഒരു കോസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊന്നുമില്ല. നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുന്നു. അയ്യോ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ജനിച്ചിട്ട് ഇതുവരെ ഞാൻ ആരും ദ്രോഹിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് എങ്ങനെ സംഭവിച്ചു? ഇതൊരു കോസ് ആൻഡ് എഫക്റ്റ് ആണ്. ഞാൻ വിചാരിക്കുന്നു ഈ ജനനം തൊട്ട് മരണം വരെയുള്ള അവസ്ഥയിലാണ് ഈ ഞാനെന്നുള്ള വ്യക്തി എന്നാണ് വിചാരിക്കുന്നത്. ഈ ജന്മത്തിൽ തന്നെ ഞാൻ എത്രയോ ശരീരങ്ങൾ എടുത്തു കഴിഞ്ഞു. ഞാൻ ജനിച്ചപ്പോൾ ഉള്ള ശരീരമാണോ ഇപ്പോഴേ? ജനിച്ചപ്പോൾ ഉള്ള ശരീരമല്ല 10 വയസ്സുള്ളപ്പോൾ ശരീരം, 10 വയസ്സുള്ളപ്പോൾ ശരീരമല്ല 20 വയസ്സായപ്പോൾ. എൻ്റെ ശരീരങ്ങൾ ഞാൻ എത്രയോ മാറി. അപ്പം ഈ ജന്മത്തിൽ തന്നെ ശരീരങ്ങൾ മാറുന്നു. ഇതേപോലെ എൻ്റെ ഓരോ ജന്മങ്ങളും. ഈ ജനനത്തിന് മുമ്പ് എനിക്കൊരു ശരീരമുണ്ടായിരുന്നു. ആ ശരീരത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ഫലത്തിനാണ് ഞാൻ ഇപ്പം ജന്മം എടുത്തിരിക്കുന്നത്. ഈ ജന്മം ഞാൻ ചെയ്തു കൂട്ടുന്ന കർമ്മഫലത്തിന് അനുസരിച്ച് ഞാൻ അടുത്ത ജന്മത്തിലോട്ട് പോകും. അവസാനം എനിക്ക് ഇങ്ങനെ പോയി അവസാനം ഞാൻ എത്തിച്ചേരേണ്ടത് എൻ്റെ മുക്തിയിലോട്ടാണ്. മുക്തി എന്ന് വെച്ചാൽ പരമാത്മ ലയിക്കണം. അതിന് പകരം ഞാൻ അതിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ ഒരു അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ഈ സ്വാമിജി ഇടകണ്ടിൽ ഒരാളെ ഇങ്ങനെ അറസ്റ്റുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു കോസ് ഉണ്ട്. അന്ന് സ്വാമി ഒരു റാവുവിനെ കൊല്ലപ്പെട്ടതിന് ആ ഇത് പറ്റില്ല. പക്ഷേ വേറെ അടുത്ത സ്വാമിയായിട്ട് വരുമ്പോൾ ഏതോ ഒരു കാര്യത്തിന് പിടിച്ച് ജയിലിൽ പണിഷ് ചെയ്യുക. ആ സ്വാമി ഒന്നും ചെയ്തിട്ടില്ല. ഈ ആത്മാവ് തന്നെ, ഈ പൊതുഘടകം എന്ന് പറയുന്നത് ഈ ജീവാത്മാവിൻ്റെ വാസന. അതാണ് മനസ്സും ബുദ്ധിയും. ആ വികാരത്തിൽ കൂടാണ് ഞാൻ ഈ ജീവാത്മാവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വികാരം കൊണ്ട് ചെയ്ത കർമ്മഫലം അതേ മനസ്സുകൊണ്ട്, അതേ മനസ്സിൽ തന്നെ അനുഭവം എനിക്ക് കർമ്മഫലം വരും. അപ്പം നമ്മൾ കഴിഞ്ഞ് ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നെ ഈ കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞ ജന്മമോ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഏതൊക്കെ ജന്മമാണെന്ന് നമുക്കറിയത്തില്ല, ഏതൊക്കെ ശരീരത്തിൽ നമ്മൾ ചെയ്തെന്ന് നമുക്കറിയത്തില്ല. ആ കർമ്മത്തിന്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇതിന് ഞാൻ ബാധ്യസ്ഥനല്ല, ഇത് ഞാൻ അർഹനല്ല, എന്നിൽ ആരും ഏതോ ഒരു ഈശ്വരൻ എന്നിൽ അടിച്ചേൽപ്പിച്ച ഒരു അനുഭവമാണെന്നുള്ള എന്നിൽ നിന്ന് പോയതാണ് തിരിച്ചു വരുന്നത്. അപ്പം ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പൊ ഈ സമയം തീരാറായി, ഈ 2 മിനിറ്റേ ഉള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഇതിന്റെ കണ്ടിന്യൂഷൻ നാളെ ചെയ്യാം. മഞ്ജുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. ഇതിന്റെ ബാക്കി പറയാനുണ്ട്. നാളെ നാളെ അല്ല ഒന്നും പറയാനില്ല. ഓക്കെ, ശരി, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം.